വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ PYQ സീരീസിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ്. 2024-25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കുന്നതിലൂടെ നമ്മുടെ ടോപ്പിക്കും കൂടി നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകണം. അല്ലാതെ ഇത് മാത്രം ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ആ ക്വസ്റ്റ്യൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായി നിങ്ങൾ കവർ ചെയ്തു, റിവിഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളത് നോക്കുന്നുണ്ടോ, അങ്ങനത്തെ എല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോഴും നമ്മൾ അതിൻ്റെ ടോപ്പിക്ക് റെലവൻസ് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് ലോ സീരീസ് നമ്മളിപ്പോഴും കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം കേട്ടോ, മെസ്സേജ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് ക്വസ്റ്റ്യൻസ് നോക്കാം. 570 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ 571ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ട് നമ്മൾ നോക്കി തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ 571ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ സേഫ് ഗാർഡിങ് ദ അസറ്റ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ ലോ ആണ് കേട്ടോ. അതായത് ലോ പ്രകാരം പ്രൈമർലി റെസ്പോൺസിബിൾ ആരാണ് എന്ത് സേഫ് ഗാർഡ് ചെയ്യാൻ, അസറ്റ്സ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസറ്റ്സ് സേഫ് ഗാർഡ് ചെയ്യുവാൻ പ്രൈമർലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റി ഏതാണെന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സെക്രട്ടറി ആണോ, ജനറൽ ബോഡിയാണോ, മാനേജറാണോ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണോ? അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ സേഫ് ഗാർഡിങ് ദ അസറ്റ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ ലോ. Board of Directors is primarily responsible for safeguarding the assets of cooperative society as per law. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് തന്നെ പഠിക്കണം. അപ്പോൾ തൊട്ട് മുമ്പേ നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു. പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ ആരുടെ ഒബ്ലിഗേഷൻ ആണെന്ന്. പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് ജനറൽ ബോഡി. ഓക്കെ, പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് ജനറൽ ബോഡി ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ സേഫ് ഗാർഡിങ് ദ അസറ്റ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ ലോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്തത് സബ്സെക്ഷൻ 5A, അതായത് സെക്ഷൻ 63 സബ്സെക്ഷൻ 5A KCS ആക്ടിലെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചോദ്യം. സബ്സെക്ഷൻ 5A ഓഫ് സെക്ഷൻ 63 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ, ലിക്വിഡേഷൻ ആണോ, ഓഡിറ്റ് ആണോ, റിവിഷൻ ഓഫ് ഓഡിറ്റ് മാനുവൽ ആണോ? അപ്പോൾ 5A ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ 63 എന്താണ്? നമ്മുടെ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് DCA കുറിച്ച് വിശദമായിട്ടുള്ള ഒരു സെക്ഷനാണ് 63 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 63 5A എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5A എന്തിനെ കുറിച്ചാണ് പറയണത്? ഓഡിറ്റ് മാനുവലിൻ്റെ റിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ഉള്ളെന്നുള്ള ക്വസ്റ്റ്യനാണത്. അതായത് സെക്ഷൻ 63 അല്ല ചോദിച്ചിട്ടുള്ളത്, 63 5Aയുടെ ഉള്ളിലുള്ള കണ്ടന്റാണ് ചോദിച്ചിട്ടുള്ളത്. 5A എന്താ പറഞ്ഞിട്ടുള്ളത്? റിവിഷൻ ഓഫ് ഓഡിറ്റ് മാനുവൽ ആണ്. ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ DCA ഇൻ കൺസൾട്ടേഷൻ വിത്ത് ആരുമായി കൺസൾട്ട് ചെയ്യണം? രജിസ്ട്രാറെ കൺസൾട്ട് ചെയ്യണം കേട്ടോ. ടു റിവൈസ്, അമെൻഡ് ഓർ അപ്ഡേറ്റ് ദ ഓഡിറ്റ് മാനുവൽ എവറി 5 years. അപ്പോൾ ഈ 5 years എന്ന കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കണം. 5Aയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ DCA ഇൻ കൺസൾട്ടേഷൻ വിത്ത് രജിസ്ട്രാർ ടു റിവൈസ്, അമെൻഡ് ഓർ അപ്ഡേറ്റ് ദ ഓഡിറ്റ് മാനുവൽ എവറി 5 years, ഓരോ 5 വർഷം കൂടുമ്പോഴും, ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. പിന്നെ പറഞ്ഞിട്ടുള്ള പോയിന്റ് അതാണ് ഈ ഒരു 5Aയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, 5A ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ ഒരു 63 സെക്ഷൻ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 63 എന്താ പറയണത്? ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യും, ഒരു പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യും. പേഴ്സൺ എന്നാണ് കേട്ടോ. അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു ബി DCA അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് വിത്ത് ജൂറിസ്ട്രിക്ഷൻ ഓവർ ദ വോൾ ഓഫ് ദ സ്റ്റേറ്റ് മുഴുവനാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിധി വരുന്നത്. ഓക്കെ, അതാണ് സബ്സെക്ഷൻ 63 പറയണത്. 63 എന്താ പറയണത്? ദ ഗവൺമെൻറ് ഷാൾ ബി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ട് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ട് ഒരു പേഴ്സൺ അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു ബി DCA വിത്ത് ജൂറിസ്ട്രിക്ഷൻ ഓവർ ദ ഓൾ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. എന്താ പറയണത്? 63 പറയണത് ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ പേഴ്സൺ ടു ബി അപ്പോയിൻറ്റഡ് ആസ് DCA ആരാണ് ഫിക്സ് ചെയ്യുന്നത്? ആസ് മേ ബി പറഞ്ഞിട്ടുള്ള പോലെ, അതായത് റൂളിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് റൂളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 64B8 നമ്മുടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ. ആരുടെ ക്വാളിഫിക്കേഷൻ? DCAയുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്ന റൂള് ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് 64B സബ് റൂൾ 8 അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. 64B റൂൾ 64B സബ് റൂൾ 8 പറയുന്നത്. അപ്പോൾ 63 സബ്സെക്ഷൻ 3 എന്താ പറയണമെന്ന് വെച്ചാൽ അത് ഗവൺമെൻറ് ആണ് ഈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ്, ഒന്നുകിൽ എല്ലാ പവേഴ്സും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ DCA ഇൻ ദ ആക്ട് ടു ഹിസ് സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഓർ ടു ബി സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ. ഇവിടുത്തെ ക്ലോസ് ശ്രദ്ധിക്കണം. അതായത്
സ്പെഷ്യൽ ഓർഡർ പ്രകാരം ആരാണ് സ്പെഷ്യൽ ഓർഡർ പുറപ്പെടുവിക്കുന്നത്? ഈ ഒരു സ്പെഷ്യൽ ഓർഡർ ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് DCAയുടെ ജോലി താഴെയുള്ള മറ്റ് ഓഫീസേഴ്സിന്, സബോർഡിനേറ്റ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ പുറപ്പെടുവിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഒന്നുകിൽ ജനറൽ ഓർഡർ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ പുറപ്പെടുവിക്കുന്നത് ഗവൺമെൻറ്റാണ്. അപ്പം അതിൽ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ആർക്കാണ് കൊടുക്കേണ്ടത്? ആരുടെ, അതായത് DCAയുടെ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമാണോ പറ്റുക? അല്ല. അപ്പോൾ അത് മനസ്സിലാക്കണം. സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഓർ ടു ദ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ. ഒന്നെങ്കിൽ DCAയുടെ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ആവാം, അല്ലെങ്കിൽ രജിസ്ട്രാർ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ആവാം. ഇവർക്ക് രണ്ട് കൂട്ടർക്കും എങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് അതോറിറ്റി കൊടുക്കാം കേട്ടോ. ഡെലിഗേറ്റ് ചെയ്ത് ഓഫീസേഴ്സിന് ആക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ച് വെക്കുക. അവിടെ നിന്നും ചിലപ്പോൾ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ 4 പറയുന്നത് ഇറ്റ് ഷോൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ മാനേജിങ് കമ്മിറ്റിയാണ് ടു കോസ് ടു ഓഡിറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ഇയർ. എല്ലാ വർഷവും നടത്തേണ്ടത് ആരുടെ? നോർമൽ മാനേജിങ് കമ്മിറ്റിയുടെയാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊവൈഡഡ് ദാറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി ഷാൾ ബി ഓഡിറ്റഡ് വിത്തിൻ 6 months ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ടു വിച്ച് സച്ച് അക്കൗണ്ട്സ് റിലേറ്റ്. അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ 6 മാസത്തിനകം, അതേ സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകം ഓഡിറ്റ് ചെയ്യണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതുപോലെ ഒരു പുതിയൊരു അമെൻമെൻറ്റ് വന്നപ്പോൾ കൂട്ടിച്ചേർത്തതാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 3 മാസത്തിനകം, വിത്തിൻ 3 monthsനകം, സാമ്പത്തിക വർഷം അവസാനിച്ച് 3 മാസത്തിനകം 3 months വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരെക്കൊണ്ട് സർട്ടിഫൈ ചെയ്യിക്കണം? ഓഡിറ്ററിനെ കൊണ്ട് സർട്ടിഫൈ ചെയ്യിക്കണം എന്നൊരു ക്ലോസും ഉണ്ട്. പിന്നെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 5ഉം 5A വരുന്നത്. അപ്പോൾ 5 എന്താ പറയുന്നത് വെച്ചാൽ പ്രൊസീജിയറാണ്. ഓഡിറ്റിങ്ങിൻ്റെ നോർമൽ പ്രൊസീജിയേഴ്സാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ പറഞ്ഞിട്ടുള്ള ഓഡിറ്റ് മാനുവൽ പറഞ്ഞിട്ടുള്ള പോലെ ആയിരിക്കണം. ഓഡിറ്റ് മാനുവൽ അപ്രൂവ് ചെയ്യുന്നത് DCA ആണ് എന്ന് പറഞ്ഞിട്ട് ഓഡിറ്റ് മാനുവലുള്ള മാനറിലാണ് എന്ത് ചെയ്യേണ്ടത്? ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് നടത്തേണ്ടത്. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻസ് രജിസ്ട്രാറാണ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ കൂടാതെ നബാർഡും RBIയും കാലാകാലങ്ങളിൽ അവരും കൂടി ഇതിനു വേണ്ടിയിട്ടുള്ള ഇഷ്യൂ ചെയ്യും, ഇൻസ്ട്രക്ഷൻസൊക്കെ ഇഷ്യൂ ചെയ്യും. അപ്പോൾ അത് നോക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5 ഇപ്പം നമ്മൾ പറഞ്ഞു റിവിഷൻ ഓഫ് ഓഡിറ്റ് മാനുവലാണ്. അപ്പോൾ ഈ മൊത്തം പോയിന്റുകളുണ്ടല്ലോ, ഈ ഒരു 63 നമുക്ക് ഒഴിച്ചുകൂടാൻ ഒരു പോയിന്റും ഇല്ല എന്ന് പറയാം. എല്ലാ പോയിന്റുകളും നമുക്ക് പഠിച്ചിരിക്കേണ്ട പോയിന്റുകളാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന പോയിന്റുകൾ 5A വരെയുള്ള പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡാഷ് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ബൈ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഡിസ്ക്ലോസ് ചെയ്യാത്ത എറേഴ്സ്. അപ്പോൾ എറേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ്. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് എറേഴ്സ് എന്ന് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആണ് കേട്ടോ. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് അതായത് compensating errors occurs when 2 errors of equal amount ആണ്, but opposite directions cancel each other out resulting in a correct trial balance total even though the underlying transactions were incorrect. Since the trial balance ഈക്വാലിറ്റി മാത്രമേ നോക്കുള്ളൂ, ഡെബിറ്റും ക്രെഡിറ്റും കറക്റ്റ് ആണോ എന്ന് മാത്രമേ. അപ്പോൾ അറിയില്ല, കോമ്പൻസേറ്റ് ചെയ്തു പോകും. ഒരു തെറ്റ് ചെയ്തു, പിന്നെ അതുപോലെ തന്നെ വേറൊരു തെറ്റിനാൽ ഈ തെറ്റ് മറയ്ക്കപ്പെട്ടു അല്ലേ, കോമ്പൻസേറ്റ് ചെയ്തു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസിന് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് അത് നോർമലി ഈക്വാലിറ്റിയാണ് നോക്കുക, ഡെബിറ്റ്സിൻ്റെയും ക്രെഡിറ്റ്സിൻ്റെയും. അതുകൊണ്ട് തന്നെ ഒരു തെറ്റ് മറ്റൊരു തെറ്റിനാൽ കോമ്പൻസേറ്റ് ചെയ്തതു കാരണം ട്രയൽ ബാലൻസിൻ്റെ ദൃഷ്ടിയിൽ വരുന്നില്ല കേട്ടോ. അങ്ങനത്തെ എറേഴ്സാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആരാണെന്ന് കേട്ടോ. കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആരാണ്? ഓക്കെ, അപ്പോൾ ഇൻറ്റോസായി ആണോ, RBI ആണോ, നബാർഡ് ആണോ, RCS ആണോ? ആരാണ് ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? അപ്പോൾ അത് ഈ ഇൻറ്റോസായി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അതായത് അതിൻ്റെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതാണ് അതിൻ്റെ ഫുൾ ഫോം. എന്താ ഫുൾ ഫോം? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഇൻറ്റോസായി എന്നറിയപ്പെടുന്നത്. പ്രിസ്ക്രൈബ്സ് ദി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, അതായത് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പുറപ്പെടുവിക്കുന്നത്. ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത് കേട്ടോ. ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പുറപ്പെടുവിക്കുന്നത് ഇവരാണ്. വിച്ച് ഇൻക്ലൂഡ്സ് അവിടെ കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടായിരിക്കും, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. പബ്ലിക് സെക്ടറിലെ കാര്യമാണ് പറയണത് കേട്ടോ. പബ്ലിക് സെക്ടറിലെ കാര്യമാണ് പറയണത്. അപ്പോൾ ഇൻറ്റോസായി 2019 പ്രധാനമായിട്ട് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ഫോർമർലി നോൺ ആസ് ISSAI 30 എന്നാണ്. ഫസ്റ്റ് വേർഷൻ അഡോപ്റ്റ് ചെയ്തത് 1998 കറൻറ്റ് വേർഷൻ ഇപ്പോൾ എൻഡോസ് ചെയ്ത വേർഷൻ 2016 ഇപ്പോൾ വീണ്ടും 2019 കൂടി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ കോഡ് ഓഫ് എത്തിക്സ് പുറപ്പെടുവിക്കുന്നു, അത്രയേ ഉള്ളൂ. വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇൻറ്റോസായി ഫ്രെയിംവർക്ക് ഓഫ് പ്രൊഫഷണൽ പ്രൊനൗൺസ്മെൻറ്റ്
അത് എന്താ പറയുക എഡിറ്റോറിയൽ ചേഞ്ചസോട് കൂടി 2019 വന്നിട്ടുണ്ട്. അതിനാണ് ഈ ISSI 130 എന്ന് പറയണത് പുതിയത് 2019 വന്നത്. അറബിക്കിലും ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും ജർമ്മനിലും സ്പാനിഷിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഇൻറ്റോസൈഡ് ഫുൾ ഫോം എങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വേർഷൻ അഡോപ്റ്റ് ചെയ്ത് 1998 ഇപ്പോൾ ഒരു വേർഷൻ വന്നിട്ടുള്ളത് 2019 വന്നിട്ടുണ്ട് എന്നും കൂടി ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. അടുത്തത് ഓഡിറ്റ് ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാം. അതായത് നല്ല ലാഭത്തിലൊക്കെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാം അല്ലേ. സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജനറൽ ബോഡിക്ക് എത്ര കാലം കൊണ്ടു കിടക്കണമോ അത്രയും കാലം കൊണ്ടു കിടക്കാം. അവരാണ് അതിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓഡിറ്റ് ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണല്ലോ, അതും കൂടി ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത്. അത് പറയുന്നത് ഏത് സെക്ഷനിലാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. 63 ആണോ 64 ആണോ 2AB ആണോ 65 ആണ്. അപ്പം എല്ലാം നമുക്ക് നോക്കാം. 63 നമുക്കറിയാം, 63 DCA ആണ്. അപ്പോൾ അതെന്തായാലും അല്ല. 64 എന്താണ്? സെക്ഷൻ 64 എന്താണ്? സെക്ഷൻ 64 സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ആണ്, പവേഴ്സ് ഓഫ് DCA ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ് ആണ്. അവിടെ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. പിന്നുള്ളത് 2AB ആണ്. 2AB ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. കാരണം 2AB അവരുടെ ഡെഫിനിഷനാണ്. ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നതാണ് 2AB കേട്ടോ. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ആകെ ഒരു കണക്ഷനുള്ളത് 2ABക്കാണ്. 2AB പറയുന്നത് ഓഡിറ്റ് ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പിന്നെ ഡെഫിനിഷനാണ്. സോ അതുകൊണ്ട് ഇവിടെ ആൻസർ അതാണ്. 65 എന്താണ്? സെക്ഷൻ 65. സെക്ഷൻ 65 നമ്മുടെ രജിസ്ട്രാർ നടത്തുന്ന ഇൻക്വയറി ഉണ്ടല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് സെക്ഷൻ 65. അതുകൊണ്ട് അതല്ല കേട്ടോ. 2AB ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഈസ് ഡിഫൈൻഡ് ബൈ ഡാഷ് കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ് നമ്മുടെ കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നത്? അതായത് ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നത് ഏത് കമ്മിറ്റിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏത് കമ്മിറ്റിയാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കമ്മിറ്റികൾ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണോ, മക്ലഗൻ കമ്മിറ്റിയാണോ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണോ, നൺ ഓഫ് ദി എബോവ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് കമ്മിറ്റിയാണ് എന്ന് നമുക്കറിയാം. ഏത് കമ്മിറ്റിയാണ്? മക്ലഗൻ കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതായത് ആദ്യമായിട്ട് ഈ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ആദ്യമായിട്ട് ജസ്റ്റ് പറയുന്നത് ആരാണ്? മക്ലഗൻ കമ്മിറ്റിയാണ് പറയുന്നത് കേട്ടോ. സോ അവിടെ ഉത്തരമായിട്ട് വരിക ആരാണ്? മക്ലഗൻ കമ്മിറ്റിയാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, മക്ലഗൻ കമ്മിറ്റി. ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഈസ് ഡിഫൈൻഡ് ബൈ മക്ലഗൻ കമ്മിറ്റി. ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഈസ് ഡിഫൈൻഡ് ബൈ ഡാഷ് കമ്മിറ്റി. മക്ലഗൻ കമ്മിറ്റിയാണ് ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറയുന്നത്. പിന്നെ നമുക്ക് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ എന്ന് പറഞ്ഞ മക്ലഗനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്ട് ജസ്റ്റ് നമുക്കൊന്ന് ഓർത്തിട്ട് പോകാം കേട്ടോ. കോൺസ്റ്റിറ്റ്യൂട്ടർ എന്നാ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെസൊല്യൂഷൻ നമ്പർ, അതായത് നമ്പർ നമുക്ക് വേണമെന്നില്ല, ഡേറ്റ് വേണമെങ്കിൽ പഠിക്കാം. ശരിക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് കേട്ടോ. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സമയത്താണല്ലോ. ഒക്ടോബർ 8, 1914 ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ആൻഡ് അഗ്രികൾച്ചർ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടായി. അതിനുശേഷം കറക്റ്റ് ഡേറ്റ് ഒക്ടോബർ 8 റെസൊല്യൂഷൻ്റെ ബേസിലാണ് ഈ ഒരു കമ്മിറ്റീനെ ഫോം ചെയ്യിക്കുന്നത്. ഒക്ടോബർ 8 വന്ന ഈ റെസൊല്യൂഷൻ്റെ ഫലമായിട്ട് ഒക്ടോബർ 14 ഇങ്ങനെ ഒരു കമ്മിറ്റി 14 കാണാനുണ്ട് ചില പുസ്തകങ്ങളിൽ. പക്ഷേ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ ഒക്ടോബർ 8, 1914 റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു അനുസരിച്ച് ഡേറ്റ് വരെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. 1914 അപ്പോയിൻറ്റ് ചെയ്യും, 15 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമെന്ന് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. കറക്റ്റ് ഡേറ്റ് എവിടെയും ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഈ റെസൊല്യൂഷൻ്റെ ഡേറ്റ് ഒക്ടോബർ 8, 1914. ചില പുസ്തകങ്ങളിൽ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത് 1914 പറയുന്നുണ്ട്. അതായത് ഒക്ടോബർ 14, 1914 ചില പുസ്തകങ്ങൾ കാണാം. അപ്പോൾ അത് ആ രീതിക്ക് എടുക്കുക. ഇനി പ്രസിഡൻറ്റിൻ്റെ കാര്യം പറയാം. നമ്മുടെ മക്ലഗനാണല്ലോ പ്രസിഡൻറ്റ്. അപ്പം സർ E.D. മക്ലഗൻ എഡ്വേർഡ് മക്ലഗൻ ഒരു ICS ഓഫീസറായിരുന്നു കേട്ടോ. അദ്ദേഹം സെക്രട്ടറി ടു ഗവൺമെൻറ് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ പ്രസൻ്റ്ലി അല്ല, ലേറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ലേറ്റ് സെക്രട്ടറി ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിരുന്നു. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ആൻഡ് അഗ്രികൾച്ചറിലെ സെക്രട്ടറി ആയി വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു ഈ ആൾ കേട്ടോ, മക്ലഗൻ. അതാണ്
പ്രസിഡൻ്റായിട്ട് ആളെന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരിക്കണം. ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നാണ് കാണുന്നത്, പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രസിഡൻറ്റിൻ്റെ പേരിൻ്റെ കൂടെ തന്നെ നമ്മൾ സെക്രട്ടറീനെ കൂടി പഠിക്കണം. RBEW ബാങ്ക്, EW ബാങ്ക് എന്ന് തന്നെയാണ് വായിക്കുക. അതിനി വേറെ വല്ല പ്രൊനൗൺസിയേഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. EW ബാങ്ക് ICS ഓഫീസർ തന്നെ ആയിരുന്നു അദ്ദേഹം. രജിസ്ട്രാറാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബോംബെയിൽ രജിസ്ട്രാറായിരുന്ന ആളായിരുന്നു. സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് അദ്ദേഹമാണ്. അപ്പം സെക്രട്ടറി ആരാണ്? EW ബാങ്കാണ് സെക്രട്ടറി ആയിട്ട് വന്നിട്ടുള്ളത്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബോംബെയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം. ഓക്കെ, അപ്പോൾ നമ്മുടെ മക്ലഗനെ പഠിക്കുക, റെസൊല്യൂഷൻ്റെ ഡേറ്റ് പഠിക്കുക. ഒക്ടോബർ 8, 1914. 1914 വെച്ചു, 15 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഒക്ടോബർ 14 അപ്പോയിൻറ്റ് ചെയ്ത് ഡേറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ മെമ്പേഴ്സിൻ്റെ പേരൊക്കെ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് അറിയില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കഴിഞ്ഞ് നമുക്ക് കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ മാത്രം എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ നമുക്കതിലെ മെമ്പേഴ്സൊക്കെ വ്യക്തമായിട്ട് പഠിക്കാം കേട്ടോ. മെമ്പേഴ്സിൻ്റെ പേരൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, അപ്പോൾ നീ ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒഴിവുപോലെ നമുക്കത് ഡിസ്കസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ മാക്ലഗൻ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്. 1914, 1915 ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, അല്ലെ ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ മാക്ലഗൻ കമ്മിറ്റിയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ എന്ന് മറ്റൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. എന്താ പേര്? ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ എന്നൊരു മറ്റു പേരുണ്ട്. കമ്മിറ്റീസ് കുറേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റീസ് നമുക്ക് നല്ല തന്നെയാണ്. ഓരോരോ കമ്മിറ്റികളായിട്ട് നമുക്ക് എടുത്ത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. നമുക്ക് നോക്കാം കേട്ടോ. ടൈമുള്ളതിനനുസരിച്ച് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ജസ്റ്റ് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നോക്കാം കേട്ടോ. പിന്നെ അവർ രണ്ട് പ്രധാനപ്പെട്ട കോട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ലാക്ക് ഓഫ് ട്രെയിനിങ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ. ആ ഒരു കോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാക്ക് ഓഫ് ട്രെയിനിങ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ 1 man 1 vote എന്ന് പറഞ്ഞ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരുപാട് റെക്കമെൻഡേഷൻസ് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ടു പ്രൊവൈഡ് ലോൺസ് ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസിന് മാത്രമേ ലോൺ കൊടുക്കാൻ പാടുള്ളൂ. ആൻഡ് ടു വാച്ച് ദെയർ, അവരെ യൂട്ടിലൈസേഷൻ കൂടി അനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ടു പ്രൊവൈഡ് ലോൺസ് ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസസ് ഓൺലി ആൻഡ് ടു വാച്ച് ദെയർ യൂട്ടിലൈസേഷൻ. അതുപോലെ തന്നെ ലോൺ ഷുഡ് ബി ഇഷ്യൂഡ് ടു മെമ്പേഴ്സ് ഓൺലി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ലോൺ ഷുഡ് നോട്ട് ബി ഗ്രാൻഡഡ് ഫോർ സ്പെക്കുലേറ്റീവ് പർപ്പസിന് കൊടുക്കാൻ പാടില്ല, അൺപ്രൊഡക്റ്റീവ് പർപ്പസിന് കൊടുക്കാൻ പാടില്ല. ക്യാപിറ്റൽ ഷുഡ് ബി റേസ്ഡ് ആസ് ഫാർ ആസ് പോസിബിൾ ഫ്രം ദ സേവിങ്സ് ഓഫ് ദ മെമ്പേഴ്സ്. അതിൽ നിന്നാണ് ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ടത്. നോളജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോപ്പർ സെലക്ഷൻ ഓഫ് മെമ്പേഴ്സ് എസെൻഷ്യൽ ആണ്. പിന്നെ മിക്സഡ് ടൈപ്പ് ബാങ്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അർബൻ ബാങ്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. റാദർ ദാൻ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീനേക്കാളും നല്ലത് എന്താണ്? അർബൻ ബാങ്കുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1 man 1 vote നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ മറന്നു പോരുത് കേട്ടോ. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് എവിടെയാണ് ഡിഫൈൻ ചെയ്തത്? ഏത് കമ്മിറ്റിയാണ് ആദ്യം പറഞ്ഞത്? മക്ലഗൻ കേട്ടോ. ആദ്യം പറഞ്ഞതെന്നല്ല, ഇവിടെ ചോദ്യം ആരാണ് മെൻഷൻ ചെയ്തതെന്നാണ് കേട്ടോ. ആദ്യം പറഞ്ഞതാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ, അങ്ങനെ വായിച്ച് കണ്ടിട്ടില്ല. അടുത്തത് നോക്കാം. ഡിപ്രിസിയേഷൻ ഓഫ് ഗുഡ് വിൽ ബി കാൽക്കുലേറ്റഡ് ബൈ. അതായത് ഗുഡ് വില്ലിൻ്റെ ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ? അപ്പോൾ നോർമലി എന്തില്ല, നോ ഡിപ്രിസിയേഷൻ ഫോർ ഗുഡ് വില്ലാണ് കേട്ടോ. ഇവിടെ നൺ ഓഫ് ദീസ് ആണ് ഉത്തരം വരിക. അപ്രിസിയേഷനാണ് വരിക. ഗുഡ് വില്ലിന് അപ്രിസിയേഷനാണുള്ളത്, ഡിപ്രിസിയേഷൻ ഇല്ല കേട്ടോ. ഓക്കെ, അടുത്തത് സർട്ടിഫിക്കേഷൻ ഓഫ് ബാഡ് ഡെറ്റ് ബൈ ദ ഓഡിറ്റർ ഈസ് റെഫേർഡ് ഇൻ. സർട്ടിഫിക്കേഷൻ, ബാഡ് ഡെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഓഡിറ്റർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷനും തന്നിട്ടുണ്ട്, റൂളും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് നോക്കാം കേട്ടോ. സെക്ഷനും തന്നിട്ടുണ്ട്, റൂളും തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സെക്ഷൻ 62 എന്താണെന്ന് നോക്കാം. സെക്ഷൻ 62 എന്തുമായി ബന്ധപ്പെട്ടതാണ്? സെക്ഷൻ 62 തന്നിട്ടുണ്ട്, 63 തന്നിട്ടുണ്ട്, റൂൾ 63 തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെക്ഷൻ 62 ഗ്രാറ്റുവിറ്റിയാണ് കേട്ടോ. സെക്ഷൻ 63 നിങ്ങൾക്ക് അറിയാം. സെക്ഷൻ 63 എന്താണ്? DC ആണ്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. റൂൾ 62 തന്നിട്ടുണ്ട്, റൂൾ 63 തന്നിട്ടുണ്ട്. റൂൾ 62 എന്താണ്? റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെറ്റ് ആൻഡ് ലോസസ്. അതാണ് ഉത്തരമായിട്ട് വരിക. റൂൾ 62 കേട്ടോ. റൂൾ 62 ഈ ഒരു എഴുതി തള്ളുന്നതിൻ്റെ കാര്യം പറയുന്നത്. എന്ത്? ബാഡ് ഡെറ്റ് എഴുതി തള്ളുന്നു, ലോസസ് എഴുതി തന്നുള്ളൂ. റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെറ്റ്സ് ആൻഡ് ലോസസ് ആണ് റൂൾ 62. റൂൾ 63 മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ്. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലൂയിഡ് റിസോഴ്സസ് എത്ര ശതമാനം എടുത്തു വയ്ക്കണം എന്നൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കണ്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റൂൾ 63 മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് ബൈ സൊസൈറ്റീസ് ആണ്. സോ അതിൻ്റെ ഉള്ളിലെ കണ്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വയ്ക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓഡിറ്റ് ഫീസ് ഓഫ് പി കാർഡ് ബാങ്കിൻ്റെ ഓഡിറ്റ് ഫീസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ഓഡിറ്റുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ക്യാപിറ്റലാണോ, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണോ, അഗ്രിഗേറ്റ് ഓഫ് ലോൺസ് ഇഷ്യൂഡ് ആണോ,
അതാണ് അല്ലേ, അഗ്രിഗേറ്റ് ഓഫ് ലോൺസ് ഇഷ്യൂഡ് ആൻഡ് ദാറ്റ് കവേർഡ് ഡ്യൂറിങ് ദ ഇയർ അണ്ടർ ഓഡിറ്റ്. അതാണ് നമ്മുടെ പി കാർഡ് ബാങ്കിൻ്റെ പിന്നുള്ള നൺ ഓഫ് ദി എബോവ് ആണ്. അപ്പോൾ അതല്ല. അപ്പം നമുക്ക് ഓഡിറ്റ് ഫീസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വേഗത്തിലൊന്ന് പറഞ്ഞിട്ട് പോവാം. OEN അതായത് ക്രെഡിറ്റ് സൊസൈറ്റീസ് എക്സെപ്റ്റ് പി കാർഡും അതുപോലെ ഹൗസ് മോർട്ട്ഗേജ് ബാങ്കുകളുണ്ടല്ലോ, അവർ രണ്ടുപേരും ഒഴികെയുള്ള ക്രെഡിറ്റ് സൊസൈറ്റീസ് പ്രത്യേകം നോട്ട് ചെയ്യണം. പി കാർഡ് ബാങ്കുകളും അതായത് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളും ഹൗസിംഗ് സൊസൈറ്റീസും ഹൗസ് മോർട്ട്ഗേജ് ബാങ്കുകളും കേട്ടോ, 3 ആൾക്കാരാണ് ഒഴികെയുള്ളവ ഓഡിറ്റ് ഫീസ് ടു ബി കാൽക്കുലേറ്റഡ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ. ഇവർ ഒഴികെയുള്ളവ. അപ്പോൾ ഇവരാണ് ഈ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അഗ്രഗേറ്റ് ഓഫ് ലോൺസ് ഇഷ്യൂഡ് ആൻഡ് ദാറ്റ് റിക്കവർ ഡ്യൂറിങ് അതായത് ലോൺസ് കൊടുത്തിട്ടുള്ള അഗ്രഗേറ്റും റിക്കവർ ചെയ്തതും ആ ഇയറിൽ അത് നോക്കിയിട്ടാണ് അവർ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ആരൊക്കെ? പി കാർഡ് ബാങ്കുകളും ഹൗസ് മോർട്ട്ഗേജ് ബാങ്കുകളും ഹൗസിംഗ് സൊസൈറ്റികളും. അപ്പോൾ അവരും ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആദ്യം പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ ആണെന്ന്. ഇവർ ഈ പി കാർഡ് ബാങ്കും ഹൗസ് മോർട്ട്ഗേജ് ബാങ്കും ഹൗസിംഗ് സൊസൈറ്റീസും കൊടുക്കുന്നത് എന്താണ്? ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അഗ്രഗേറ്റ് ഓഫ് ലോൺസ് ഇഷ്യൂഡ് ആൻഡ് ദാറ്റ് റിക്കവേർഡ്, ആ ഒരു രീതിക്കാണ്. പിന്നെ സൊസൈറ്റീസ് ഹാവിങ് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സെയിൽസ് പ്രൊസീഡ്സ് വിച്ച് എവർ ഈസ് ഹയർ, ഏതാണോ ഹയർ അത് നോക്കിയിട്ടാണ്. സൊസൈറ്റീസ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ആണെങ്കിൽ, അതായത് അവിടെയും എക്സെപ്ഷൻ പറയുന്നുണ്ട്, കയറും കൺസ്യൂമറും ഒഴികെയുള്ളവ സെയിൽ പ്രൊസീഡ്സ് മാത്രം നോക്കിയിട്ടാണ്. എന്നാൽ കയറാണെങ്കിലോ, കയർ നോക്കുന്നത് പ്രൊസീഡ്സ് ഓഫ് കയർ സോൾഡ്, എത്ര സോൾഡ് ചെയ്തു, ആസ് ഓണേഴ്സ് ആൻഡ് കമ്മീഷൻ റിയലൈസ് ചെയ്തിട്ടുണ്ട് ആസ് ആൻ ഏജൻറ്റ്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കൺസ്യൂമർ സൊസൈറ്റീസും അതുപോലെ തന്നെ നമ്മുടെ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആണെങ്കിൽ സെയിൽസ് പ്രൊസീഡ്സ് ഗുഡ്സിൻ്റെ നോക്കിയിട്ടാണ്. DWCS ഉണ്ടല്ലോ, നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ കൺസ്യൂമറും, അവരും അപ്പെക്സ് കൺസ്യൂമറും ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സെയിൽസ് പ്രൊസീഡ്സ് വിച്ച് എവർ ഈസ് ഹയർ അത് നോക്കിയിട്ടാണ്. ട്രാൻസ്പോർട്ട് സൊസൈറ്റീസ് ഹയർ ചാർജസ് കളക്റ്റഡ് ആൻഡ് സെയിൽ പ്രൊസീഡ്സ് ഓഫ് ആർട്ടിക്കിൾസ് നോക്കിയിട്ടാണ്. ഫാമിംഗ് സൊസൈറ്റീസ് വിച്ച് ഇനിയിപ്പോൾ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഗ്രാൻഡ് ലോൺസ് ആണെങ്കിൽ അവർ വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ. സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസും അതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വർക്കിംഗ് ക്യാപിറ്റൽ ബേസിസിലാണ്. മറ്റ് സൊസൈറ്റീസൊക്കെ ഗ്രോസ് ഇൻകം നോക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരെണ്ണമൊക്കെ എന്തായാലും ചോദിക്കാം. അപ്പോൾ ഓരോ എണ്ണം നിങ്ങൾ എഴുതി തരംതിരിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്യുമ്പോൾ അത് ഓർമ്മ വരും കേട്ടോ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ALPM സ്റ്റാൻഡ്സ് ഫോർ. ALPM എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ALPM എന്താണ്? ഓട്ടോമാറ്റിക് ലെഡ്ജർ പോസ്റ്റിംഗ് മെഷീൻസ് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് ലെഡ്ജർ പോസ്റ്റിംഗ് മെഷീൻസ് ആണ് ALPM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അടുത്തത് പറഞ്ഞിട്ടുള്ളത് റീവാലുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ. ഇതൊരു ബുദ്ധിമുട്ടല്ല. ഇവിടെ നമുക്ക് നമ്മുടെ CSEB ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണെന്നറിയോ? അതായത് 1046/2024 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിയാനായിട്ടോ. ഇവിടെ നമ്മൾ റീവാലുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് RBI ആണ് കേട്ടോ. CSEBയുടെ ആൻസർ കീയിൽ വന്നിട്ടുള്ളത് RBI എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. CSEBയുടെ കീ അതായിരുന്നു. പക്ഷേ നോർമലി റീവാലുവേഷൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു റീവാലുവേഷൻ എന്തായാലും റെക്കഗ്നൈസ് ചെയ്യുന്നത് RBI അല്ല, നോർമലി അല്ല. കാരണം അതിൻ്റെ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് പ്രാക്ടീസസൊക്കെ നമ്മുടെ GIAP ഉണ്ടല്ലോ, അവരും IFRSും ഒക്കെയാണ് പുറത്തു വിടുന്നത്. പക്ഷേ CSEBയുടെ ആൻസർ കീ RBI എന്നായിരുന്നു. ഫൈനൽ കീ വന്നപ്പോൾ RBI എന്നായിരുന്നു. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നൺ ഓഫ് ദി എബോവ് ആണ് നമ്മൾ കൊടുക്കുക കേട്ടോ. ഓക്കെ. അതായത് നൺ ഓഫ് ദി എബോവും കൊടുക്കാം. എങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ റീവാലുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ RBI എന്നാണ് അവർ കൊടുത്തിട്ടുള്ള CSEBയുടെ കീ. ഇനി എങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, അതായത് GIAPയും IFRSനും കറക്റ്റായിട്ടുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, അതിൽ ഫിക്സഡ് അസറ്റ്സും അതുപോലെ മറ്റ് സംഭവങ്ങൾക്കൊക്കെ ഉള്ള റീവാലുവേഷനായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ റെക്കഗ്നീഷൻ പുറത്തെടുക്കുന്നത് അവരാണ്. അവർ കുറച്ച് സംഭവങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ നൺ ഓഫ് ദി എബോവ് ആണ് ഉത്തരം വരേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ അത് ആ രീതിക്ക് പഠിച്ചു വയ്ക്കുക. ഓക്കെ. അടുത്തത് ഡാഷ് ഈസ് എ വാസ്റ്റിംഗ് അസറ്റ്. എന്താണ് വാസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുമ്പോൾ തീർന്നു പോവുക അല്ലേ. അതായത് വാസ്റ്റിംഗ് അസറ്റ് ഈസ് ആൻ അസറ്റ് ദാറ്റ് ലോസസ് വാല്യൂ. അവരുടെ വാല്യൂ ലോസ് ചെയ്തു പോകും ഓവർ ടൈം ഡ്യൂ ടു ഇറ്റ്സ് യൂസേജ് ഓർ ഡിപ്ലീഷൻ. യൂസേജിനനുസരിച്ചിട്ട് ഡിപ്ലീഷൻ അനുസരിച്ച് ലോസ് വാല്യൂ കുറഞ്ഞു പോകും അല്ലെങ്കിൽ കഴിഞ്ഞു പോകും തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ളതാണ് ക്വാറി. ഓക്കെ. ക്വാറി എടുത്തെടുത്ത് കഴിയില്ലേ. അടുത്തത് ക്ലാസിഫിക്കേഷൻ നോംസ് ഓഫ് NPA ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്?
നോംസ് ഓഫ് NPA എന്തായാലും വേറെ ആരുമല്ല ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിനാണെങ്കിലും UCBക്ക് ആണെങ്കിലും ആർക്കാണെങ്കിലും നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിനാണെങ്കിലും ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ, നമ്മുടെ RBI ആണ്. ഇവിടെ കൂടെ നബാർഡും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നബാർഡും കൂടി കിട്ടാക്കടത്തുമ്പിൽ തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നബാർഡ് പറയുന്നുണ്ട്. സോ നബാർഡും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കാര്യമാണ്, അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്യുക. ക്ലാസിഫിക്കേഷൻ നോംസ് ഓഫ് NPA, നോൺ പെർഫോമിംഗ് അസറ്റ്സ്, അതാണല്ലോ NPA. അതുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻ നോംസ് കോപ്പറേറ്റീവ് ബാങ്കിന് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? രണ്ട് അതോറിറ്റി പറയുന്നുണ്ട്, RBIയും പറയുന്നുണ്ട്, നബാർഡും പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് പറയുന്നത് ഡാഷ് ഈസ് ഓൾസോ ടാമഡ് ആസിഡ് അസറ്റ്. ആസിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് റേഷ്യോ ആണോ, ക്യുക്ക് റേഷ്യോ ആണോ? ക്യുക്ക് തന്നെയാണ് ആസിഡ് കേട്ടോ. ആസിഡ് കാണുമ്പോൾ നമ്മൾ ക്യുക്കിനെ ഓർമ്മ വരണം. ക്യുക്ക് തന്നെയാണ് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം. അനദർ ടേം ഓഫ് ക്യുക്ക് റേഷ്യോ ആണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. ബോത്ത് റേഷ്യോസ് മെഷേഴ്സ് എന്താ മെഷർ ചെയ്യുന്നത്? കമ്പനീസ് എബിലിറ്റി ടു മീറ്റ് ഇറ്റ് ഷോർട്ട് ടേം ലയബിലിറ്റി, അതായത് മോസ്റ്റ് ലിക്വിഡ് അസറ്റ് വെച്ചിട്ട് അവർക്ക് എത്രത്തോളം എബിലിറ്റി ഉണ്ട്, കഴിവുണ്ട് അവരുടെ പിന്നെ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ, അത്രയേ ഉള്ളൂ. ക്യാഷും അക്കൗണ്ട്സ് റിസീവബിളും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഒക്കെ മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സ് ആണ്. അത് വെച്ച് കമ്പനി ഇങ്ങനെ അവർ ഷോർട്ട് ടേം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യുന്നു എന്നതിന് നോക്കുന്നതാണ് എന്ത്? ഈ ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ 1046/2024 അതല്ല, കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഈ 2024 ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 584 ചോദ്യങ്ങളായില്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കുറേ കുട്ടികൾ ചോദിച്ചിട്ടുള്ളതാണ് 1060 കേട്ടോ. 1060/2025 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 1060, അത് പുതിയതുണ്ടല്ലോ, സിമ്പിളായിരുന്നു എക്സാം. എന്തായാലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. 1000 കിട്ടാത്ത വല്ല ക്വസ്റ്റ്യൻസും ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ 1060/2025 നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. അപ്പോൾ അടുത്ത ക്ലാസ്, അതായത് 584 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. 585 തൊട്ടുള്ളത് എന്താണ്? 1060/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അറിയാത്ത കണ്ടൻറ്റുകളുണ്ട്, അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ കേട്ടോ. ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എന്നെ കോഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യുമെന്ന്. അപ്പോൾ നമുക്ക് 1060 കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ തുടങ്ങാം. അതായത് വെറൈറ്റി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് കിട്ടേണ്ട ആവശ്യങ്ങളുണ്ട് എന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ചെയ്യില്ല, ചെയ്യാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഉൾപ്പെടുന്നതായിരിക്കും. ഇങ്ങനെ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനിക്കണം. കുറേ കുട്ടികൾ ഉപകാരപ്പെടുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സീരീസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഏത് കോഡ് പറയണം കേട്ടോ. കോഡ് പറഞ്ഞാലല്ലേ എനിക്കറിയുള്ളൂ. ആ കോഡ് ജസ്റ്റ് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഓരോന്ന് കഴിയുന്നതനുസരിച്ച് അടുത്തടുത്ത് ഞാൻ നോട്ട് ചെയ്ത് അതിനനുസരിച്ച് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, നമ്മൾ 1000 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇത് നീണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 1000 കഴിഞ്ഞ് നമുക്ക് വേറൊരു എന്താ പറയുക ഹെഡിങ്ങോട് കൂടി വേറെ രീതിയിൽ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത്തിരി കൂടി ഉഷാറായിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസും കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.